55ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നേതൃത്വത്തിൽ പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷിക മേഖല, വ്യാവസായിക രംഗം തുടങ്ങി വിവിധ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷം വലിയ മുന്നേറ്റമുണ്ടായി. ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കമിട്ട് നാളെ മസ്കത്തിലെ അൽഫത്ത് സ്ക്വയറിൽ നടക്കുന്ന സൈനിക പരേഡിൽ സുൽത്താൻ അധ്യക്ഷത വഹിക്കും. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നേതൃത്വത്തിൽ രാജ്യം പുതുപ്രതിജ്ഞയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഒമാൻ വിഷൻ 2040 മുൻഗണനയായി ഉയർത്തിക്കൊണ്ടുവന്ന മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അതിവേഗ പുരോഗതി ഉണ്ടായതായി കണക്കുകൾ പറയുന്നുണ്ട്. ഈ വർഷം മാത്രം 16 പുതിയ സ്കൂളുകൾ ആരംഭിച്ചിരുന്നു. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 2026 ഒമാനിലെ 5 ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇടം പിടിച്ചു. ആരോഗ്യ സംരക്ഷണ സൂചികയിൽ സുൽത്താനറ്റ് കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ലെഗാറ്റം പ്രോസ്പെരിറ്റി ഇൻഡെക്സ് ആരോഗ്യ വിഭാഗത്തിൽ ഒമാൻ ലോകത്ത് 55ാം സ്ഥാനത്താണ്. 2024 10 പുതിയ ആരോഗ്യ സ്ഥാപനങ്ങളാണ് പ്രവർത്തനം തുടങ്ങിയത്. ഒമാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖല ഭക്ഷ്യസുരക്ഷയാണ്. 2025 ഒക്ടോബർ വരെ 449 കാർഷിക പദ്ധതികൾക്കായി 1.853 ബില്യൺ റിയാലിന്റെ നിക്ഷേപങ്ങളാണ് രാജ്യത്ത് നടത്തിയത്. 2024 മത്സ്യ ഉൽപ്പാദനം 9 ലക്ഷം ടൺ കടന്നു. ഒമാന്റെ സമ്പദ് വ്യവസ്ഥയും സ്ഥിരതയോടെ മുന്നേറുന്നുണ്ട്. പൊതുകടം 14.4 ബില്യൺ ഒമാൻ റിയാലിൽ നിന്ന് 14.1 ബില്യൺ റിയാലായി കുറഞ്ഞു. 2025 ജൂലൈയിൽ 3.55 ബില്യൺ റിയാൽ അധിക വ്യാപാരം നടന്നിട്ടുണ്ട്. സമാധാനത്തിന്റെ വഴിയിലാണ് എപ്പോഴും സുൽത്താനിന്റെ സഞ്ചാരം. ലോകരാജ്യങ്ങൾക്കിടയിൽ നയതന്ത്രതത്വമായ സമാധാനവും സംഭാഷണവും ഒമാൻ തുടരുന്നു. ഫലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ ഒമാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മീഡിയ 1, മസ്കത്ത്.